നമസ്കാരം. അൾട്ടിമേറ്റ് ലൈഫ് വിഷൻ എന്ന ഈ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് സൈക്ലിംഗ് എന്ന സ്പോർട്സിൽ ഏഷ്യയുടെ അഭിമാനമായി മാറിയ ചൈനീസ് വനിതാ ടീമിനെ കുറിച്ച് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു. ആ ചൈനയിലെ സൈക്കിൾ ചരിത്രത്തെക്കുറിച്ച് നമുക്കൊന്ന് നോക്കാം. 1860 കാലഘട്ടത്തിലാണ് ചൈനയിൽ സൈക്കിളുകൾ എത്തുന്നത്. അതായത് ഇന്ത്യയിലൊക്കെ വരുന്നതിന് വളരെ മുമ്പേ വെലോസിപ്പീഡ് അഥവാ പെനി ഫാർത്തിങ് എന്ന തരം സൈക്കിളുകൾ യൂറോപ്യൻസ് ചൈനയിലെത്തിച്ചു. ഇന്നത്തെ വ്യവസായ നഗരമായ ഷാങ്ഹായ് അന്ന് വിദേശികളുടെ ഒരു താവളമായിരുന്നു. പ്രധാനമായും ബ്രിട്ടൻ, US, ഫ്രാൻസ് എന്നീ രാജ്യക്കാരായിരുന്നു അവിടെ പ്രധാനമായിട്ട് താമസിച്ചിരുന്നത്. അന്ന് ആ സ്ഥലം അറിയപ്പെട്ടിരുന്നത് ഷാങ്ഹായ് ഇന്റർനാഷണൽ സെറ്റിൽമെൻറ്റ്സ് എന്നായിരുന്നു. ആദ്യകാലങ്ങളിൽ യൂറോപ്യൻസും അമേരിക്കക്കാരും ഒക്കെ ഈ സൈക്കിൾ അവിടെ കൊണ്ടുവന്നു, അവർ തന്നെ ഉപയോഗിക്കുന്നു. ബാക്കിയുള്ളവർക്ക് അത് ആക്സസ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഇല്ല, കാരണം അതൊക്കെ അത്രയും വലിയ വിലയുള്ള സാധനങ്ങളായിരുന്നു അന്ന്. ഏകദേശം 1900 കാലഘട്ടമായപ്പോൾ ചൈനയിലാണ് ആദ്യമായിട്ട് റിക്ഷ എന്ന ഒരു രീതിയിലുള്ള വാഹനം കൂടുതൽ പ്രചാരം നേടുന്നത്. അതായത് ആള് വലിച്ചുകൊണ്ട് പോകുന്ന തരം റിക്ഷ. ചൈനക്കാർക്ക് സൈക്കിളിനേക്കാൾ കൂടുതൽ താല്പര്യം റിക്ഷയായിരുന്നു. ഏകദേശം ഒരു 1920 കാലഘട്ടത്തോടെയാണ് കൂടുതൽ ചൈനക്കാർ സൈക്കിൾ ഉപയോഗിക്കാൻ തുടങ്ങുന്നത്. അതും ഈ പറഞ്ഞ രീതിയിൽ വളരെയധികം സാമ്പത്തികമായിട്ട് മുന്നോട്ട് നിൽക്കുന്ന ആൾക്കാർ, അവർക്ക് സൈക്കിൾ വാങ്ങിക്കാനുള്ള കപ്പാസിറ്റി ഉള്ളൂ. അതുകൊണ്ട് തന്നെ അവരും പിന്നെ ഈ വിദേശികളായ യൂറോപ്യൻസും അമേരിക്കക്കാരുമാണ് ആദ്യകാലങ്ങളിൽ സൈക്കിൾ ഉപയോഗിച്ചിരുന്നത്. 1897 സൈക്കിളുകളുമായി ബന്ധപ്പെട്ട് ഒരു സ്ഥാപനം ചൈനയിൽ സ്ഥാപിതമായി. ഡോങ്ചാങ് വെഹിക്കിൾ കമ്പനി എന്നായിരുന്നു അതിൻ്റെ പേര്. സൈക്കിൾസിൻ്റെ ഇമ്പോർട്ടിങ്ങും അതുകൂടാതെ അതിൻ്റെ സർവീസും റാലി സൈക്കിൾസ് ആയിരുന്നു കൂടുതലും ഇമ്പോർട്ട് ചെയ്തിരുന്നത്. 1918 ഈ ഷാങ്ഹായ് സിറ്റിയിൽ നടത്തിയ ഒരു കണക്കെടുപ്പിൽ 14,000-ന് മുകളിൽ റിക്ഷകളും 1,800-ന് മുകളിൽ മോട്ടോർ വാഹനങ്ങളും 942 കുതിരവണ്ടികളും 772 സൈക്കിളുകളും. അപ്പോൾ ആ കാലത്ത് സൈക്കിളിൻ്റെയൊക്കെ പ്രചാരം വളരെ കുറവായിരുന്നു. കൂടുതൽ ചൈനക്കാരും റിക്ഷയായിരുന്നു പ്രിഫർ ചെയ്തിരുന്നത്. സൈക്കിളുകൾക്ക് കൂടുതൽ പ്രചാരം ലഭിക്കുന്നത് 1929 കാലഘട്ടത്തിലാണ്. 1929 മുതൽ 48 വരെയുള്ള കാലഘട്ടത്തിലാണ് ചൈന ജപ്പാൻ യുദ്ധം. ആ സമയത്ത് ചൈനയിൽ ഇന്ധനക്ഷാമം നേരിട്ടു. അതോടെ മോട്ടോർ വാഹനങ്ങൾ ഉപയോഗിക്കാൻ പറ്റാത്തൊരവസ്ഥയായി. ആ സമയത്താണ് കൂടുതൽ ആൾക്കാർ ഈ സൈക്കിളിലേക്ക് മാറുന്നത്. പിന്നീട് അങ്ങോട്ട് സൈക്കിള് നല്ല രീതിയിൽ ചൈനയിൽ പ്രചാരത്തിൽ വന്നു. ചൈനയിൽ തന്നെ സൈക്കിൾ ഉൽപ്പാദിപ്പിക്കുന്ന കമ്പനികൾ ആരംഭിച്ചു. 1936 ആങ്കർ എന്ന പേരിൽ ഒരു സൈക്കിൾ കമ്പനി ചൈനയിൽ ആരംഭിക്കുന്നു. പിന്നീട് അതിൻ്റെ പേര് വിക്ടറി എന്ന് മാറ്റി. 1949 ചൈനയിൽ കമ്മ്യൂണിസ്റ്റ് ഭരണം വന്നതോടെ ആ കമ്പനിയൊക്കെ കമ്മ്യൂണിസ്റ്റ് ഗവൺമെൻറ് ഏറ്റെടുത്തു. അതിൻ്റെ പേര് ഫ്ലൈയിങ് പീജൻ എന്നാക്കി മാറ്റി, പറക്കുന്ന പ്രാവ്. 1950 ഇംഗ്ലീഷ് റാലിയെ ബേസ് ചെയ്തുകൊണ്ടുള്ള ഒരു സൈക്കിൾ ഫ്ലൈയിങ് പീജൻ പുറത്തിറക്കി. അത് ചൈനയിൽ വൻ പ്രചാരം നേടി. ശരിക്കും റാലിയുടെ ഒരു ഡ്യൂപ്ലിക്കേറ്റ്. റാലി എങ്ങനെയാണോ അത് തന്നെ, അത്രയും സ്ട്രോങ് ആയിട്ടുള്ള സ്റ്റീലൊക്കെ ഉപയോഗിച്ച് ബ്ലാക്ക് കളറിലൊരു സൈക്കിള്, അത് ചൈനയിൽ സൂപ്പർ ഹിറ്റായി മാറി. 1986 ആകുമ്പോഴേക്കും, അതായത് 36 വർഷം കൊണ്ട് 3 കോടി ഫ്ലൈയിങ് പീജൻ സൈക്കിൾസാണ് ചൈനയിൽ വിറ്റഴിഞ്ഞത്. വാസ്തവത്തിൽ അത് 3 കോടിയിലൊക്കെ വളരെ കൂടുതലായിരുന്നു. കാരണം ആ കാലഘട്ടത്തിൽ ഈ ചൈന എന്നല്ല, കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങളിലെല്ലാം ഒരു പ്രത്യേകതയായിരുന്നു. സാധനങ്ങളൊക്കെ ഒരു റേഷനിങ് സിസ്റ്റത്തിലേ നമുക്ക് വാങ്ങിക്കാൻ പറ്റുള്ളൂ. കയ്യിൽ പൈസ ഉണ്ടെങ്കിലും പോയി സാധനം വാങ്ങിക്കാൻ പറ്റില്ല. പിന്നെ കയ്യിൽ പൊതുവെ ജനങ്ങൾക്ക് പൈസയും കുറവായിരിക്കും. 1993 ആ സിസ്റ്റത്തിലൊക്കെ മാറ്റം വരുന്നത്. അതായത് ഇന്ത്യ അടക്കം പല രാജ്യങ്ങളും ഓപ്പൺ മാർക്കറ്റ് തുറന്നു കൊടുക്കുന്ന ഒരു കാലമായിരുന്നു അത്. 91 PV നരസിംഹറാവു ഇന്ത്യൻ പ്രധാനമന്ത്രിയായ കാലത്താണ് ഇന്ത്യയിൽ അത്തരം ഒരു മാറ്റം വന്നത്. ആ ഒരു മാറ്റം അധികം വൈകാതെ തന്നെ അമേരിക്കയിലും വന്നു. പക്ഷേ ഇന്ത്യ നരസിംഹറാവുവിൻ്റെ കാലം കഴിഞ്ഞപ്പോൾ അവിടെ നിന്നൊക്കെ പുറകോട്ട് പോയി. പിന്നെ കുറേ കാലത്തേക്ക് ചൈന അങ്ങനെ പോയില്ല. ചൈന മുന്നേറിക്കൊണ്ടേയിരുന്നു എന്ന് മാത്രമല്ല, അതിൻ്റെ ഫലമായിട്ട് ഇന്ന് പല ഇന്റർനാഷണൽ കമ്പനികളും ചൈനയുടെ കീഴിലായി എന്നുള്ളതാണ് സത്യം. ഓട്ടോമൊബൈൽ രംഗത്തെ കാര്യം പറയുകയാണെങ്കിൽ പ്രശസ്തരായ വോൾവോ, അതുപോലെ ഇന്ത്യൻ റോഡുകളെ അടക്കി വെച്ചിരുന്ന അംബാസഡർ കാറിൻ്റെ ടെക്നോളജി കൊടുത്തിരുന്ന ബ്രിട്ടീഷ് മോറിസ്, അതിപ്പോൾ നമ്മുടെ നാട്ടിലും വരുന്നുണ്ട്, MG എന്നുള്ള പേരിൽ. അങ്ങനെ പല ഇന്റർനാഷണൽ കമ്പനികളും ചൈനയുടെ കീഴിലേക്ക് മാറി. ആ രീതിയിൽ ചൈനീസ് വ്യവസായ രംഗം മാർക്കറ്റ് തുറന്നു കൊടുത്തോളം വളർന്നു. കമ്മ്യൂണിസമൊക്കെ ജസ്റ്റ് ഇപ്പോൾ പേരിൽ മാത്രം.
അവർക്ക് മനസ്സിലായി കമ്മ്യൂണിസം കൊണ്ട് ജീവിക്കാൻ പറ്റില്ല എന്നുള്ള കാര്യം ചൈനയ്ക്ക് മനസ്സിലായി. ആ കാലഘട്ടത്തോടെ ഈ ഫ്ലൈയിങ് പീജൻ സൈക്കിൾസും മോഡേൺ സൈക്കിൾസ് നിർമ്മിക്കാൻ തുടങ്ങി. MTV സ്പോർട്സ് സൈക്കിൾസ്, കാർബൺ ഫ്രെയിം സൈക്കിൾ, ഫ്ലൈയിങ് പീജൻ നിർമ്മിക്കാൻ തുടങ്ങി. പക്ഷേ ചൈനക്കാരുടെ മനസ്സിൽ ഇന്നും ആ പഴയ റോഡ്സ്റ്റർ സൈക്കിൾ ഒരു വികാരമായി തുടരുന്നു എന്നുള്ളതിൻ്റെ തെളിവാണ് 1950 ആദ്യമായി നിർമ്മിക്കപ്പെട്ട ആ റോഡ്സ്റ്റർ സൈക്കിൾസ് ഇന്നും തലമുറ കൈമാറി അവിടെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു. ഇന്ന് അത്തരം സൈക്കിൾസ് പ്രൊഡക്ഷൻ ഇല്ല, പക്ഷേ ഏറ്റവും കൂടുതൽ സർവീസിന് വരുന്ന സൈക്കിൾസ് അതാണ്. ഈ ഇത്രയും വർഷമായിട്ടും ആ സൈക്കിൾസ് അതൊരു വികാരമായിട്ട് ജനങ്ങൾ കൊണ്ടു നടക്കുന്നു. 1897 പ്രവർത്തനം ആരംഭിച്ച ടോങ്ചൻ കമ്പനി 1958 സൈക്കിളുകളുടെ നിർമ്മാണത്തിലേക്ക് കടന്നു. ഷാങ്ഹായ് ഫീനിക്സ് എന്ന ബ്രാൻഡ് സൈക്കിൾസ് ഉൽപ്പാദിപ്പിച്ചുകൊണ്ട് കമ്പനി മുന്നേറി. പിന്നെ ഓപ്പൺ മാർക്കറ്റ് തുറന്നു കൊടുത്തതോടെ അതിൻ്റെയും ഉൽപ്പാദനം വളരെയധികം കൂടി. ഫീനിക്സ് സൈക്കിൾസ് 50-ലധികം രാജ്യങ്ങളിലേക്ക് കയറ്റുമതി ചെയ്യുന്നു. 1960 സ്ഥാപിതമായ മറ്റൊരു കമ്പനിയാണ് ഉയാങ്. ആ ബ്രാൻഡ് സൈക്കിൾസും നല്ല രീതിയിൽ തന്നെ ഉൽപ്പാദിപ്പിക്കാൻ തുടങ്ങി. പിന്നെ ഓപ്പൺ മാർക്കറ്റ് തുറന്നു കൊടുത്തോടെ അതിനും നല്ല കാലം തെളിഞ്ഞു. 1982 കാലഘട്ടമാകുമ്പോഴേക്കും അതിൻ്റെ ഉൽപ്പാദനം 1 കോടി കവിഞ്ഞു. 1987 ഉയാങ് കമ്പനി മോട്ടോർ സൈക്കിൾ നിർമ്മാണ രംഗത്തേക്ക് കടന്നു. പിന്നെ മാർക്കറ്റ് തുറന്നതോടെ ജപ്പാനിലെ ഹോണ്ടയുമായി സഹകരിച്ച് ആധുനിക രീതിയിലുള്ള മോട്ടോർ സൈക്കിൾസ് ഉണ്ടാക്കാൻ തുടങ്ങി. അതോടൊപ്പം ഇലക്ട്രിക് ബൈസിക്കിൾസും. ഇന്ന് ലോകത്ത് ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഒരു ഇലക്ട്രിക് ബൈസിക്കിൾ ബ്രാൻഡാണ് ഫയറാംസ് അഥവാ ഉയാങ് എന്ന കമ്പനി. 1988 സൈക്കിളുകൾ ചൈനയിൽ വളരെ വ്യാപകമായി. 100 കുടുംബങ്ങൾക്ക് 180 സൈക്കിൾ എന്നുള്ളൊരു നിലയിലേക്ക് സൈക്കിളിൻ്റെ പ്രചാരം വളർന്നു. നെതർലാൻഡ്സിൻ്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ സൈക്കിൾസിന് പ്രത്യേകം പാതകളും മറ്റ് അടിസ്ഥാന സൗകര്യങ്ങളും എല്ലാം അവിടെ നിലവിൽ വന്നു. പക്ഷേ ഓപ്പൺ മാർക്കറ്റ് പ്രാബല്യത്തിൽ വന്ന് മോട്ടോർ വാഹനങ്ങളുടെ പ്രചാരം കൂടിയതോടെ സൈക്കിൾസിന്റെ പ്രചാരം കുറയാൻ തുടങ്ങി. 1988 63% ആൾക്കാർ സൈക്കിൾസ് ഉപയോഗിച്ചിരുന്നെങ്കിൽ 2000 43%, 2010 18% മാറി. അപ്പൊ നെതർലാൻഡ്സ് പോലെ അല്ല, സൈക്കിളിനോട് അങ്ങനെ വലിയ പ്രേമം ഉണ്ടായിട്ട് സൈക്കിളിലേക്ക് കിടന്നല്ല. സൈക്കിൾ അല്ലാതെ മറ്റു വാഹനങ്ങൾ വാങ്ങിക്കാനുള്ള പൈസ ഇല്ലാത്തത് കൊണ്ട് മനുഷ്യർ സൈക്കിൾ ഉപയോഗിക്കുമായിരുന്നു എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. ഈയിടയ്ക്ക് ശ്രീ ബൈജു എന്നാർ ഒരു വീഡിയോയിൽ പറഞ്ഞിരുന്നു, ക്യൂബയിൽ കൂടെ യാത്ര ചെയ്യുമ്പോൾ കാണുന്ന ഒരു കാര്യം, അവിടെയെല്ലാം ഈ പഴയ വിൻറ്റേജ് കാറുകളാണ് കൂടുതലായിട്ട് ടാക്സി ആയിട്ടും മറ്റും ഓടുന്നത്. എന്താ പ്രധാന കാരണം? വിൻറ്റേജ് കാറിനോടുള്ള സ്നേഹമല്ല, പുതിയ കാർ വാങ്ങിക്കാനുള്ള പൈസയില്ല. ഇനി ഓടുന്ന കാറിന് തന്നെ പെട്രോൾ ഒഴിക്കാൻ പൈസയില്ലാതെ സബ്സിഡി നിരക്കിൽ കിട്ടുന്ന മണ്ണെണ്ണയാണ് വാങ്ങിച്ചൊഴിക്കുക. പഴയ കാലത്തെ കൽക്കരി ട്രെയിനൊക്കെ പോകുന്ന പോലെ ഇങ്ങനെ പുക തുപ്പിക്കൊണ്ടാണ് ഈ വിൻറ്റേജ് കാറുകൾ അവിടെ ഓടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ രീതിയിൽ പറയുകയാണെങ്കിൽ കയ്യിൽ പൈസ ഉണ്ടെങ്കിൽ മനുഷ്യൻ അങ്ങനെ സൈക്കിളിൽ നിന്ന് മറ്റ് മേഖലകളിലേക്ക് കടക്കും എന്നുള്ളതിനുള്ള ഏറ്റവും വലിയ തെളിവാണ് ചൈനയിലെ സൈക്കിൾ പ്രേമം. അതൊക്കെ കുറഞ്ഞു. ഇന്ന് ഇപ്പോൾ വളരെ ചുരുക്കം സൈക്കിൾസ് ഇപ്പോൾ തന്നെ ഉള്ളതിൽ കൂടുതലും ചൈനക്കാർ ഉപയോഗിക്കുന്നത് ഇലക്ട്രിക് സൈക്കിൾസാണ്. അല്ലാത്ത സൈക്കിൾസൊക്കെ ചുരുക്കം. അത് പ്രധാനമായിട്ടും ഇപ്പോൾ സാധാരണ സൈക്കിൾ ഉപയോഗിക്കുന്നത് പബ്ലിക് ട്രാൻസ്പോർട്ട് സ്റ്റേഷൻസിലേക്ക്, റെയിൽവേ സ്റ്റേഷനിലേക്കോ ബസ് സ്റ്റാൻഡിലേക്കോ ഒക്കെ പോകാനും തിരിച്ച് അവിടെ നിന്ന് വീടെത്താനും മാത്രം. അല്ലാതെയുള്ള സൈക്ലിംഗ് ഒന്നും കാര്യമായിട്ടില്ല. അതേപോലെ ഈ റെയിൽവേ സ്റ്റേഷനിലും ബസ് സ്റ്റാൻഡിലും എല്ലാം സൈക്കിൾ വാടകയ്ക്ക് കൊടുക്കുന്ന സംവിധാനമുണ്ട്. അവിടെ ഇറങ്ങിയിട്ട് അടുത്തുള്ള ഏതെങ്കിലും ഒരു സ്ഥലത്തേക്ക് പോവുക, തിരിച്ച് ആ സൈക്കിൾ അവിടെ തിരിച്ചേൽപ്പിച്ച് ബസ്സിലോ ട്രെയിനിലോ കയറി യാത്ര ചെയ്യുക എന്നുള്ള ഒരു രീതിയിലേക്കൊക്കെ ചൈനയുടെ സൈക്ലിംഗ് ഒക്കെ മാറി. പഴയ രീതിയിൽ നിന്നൊക്കെ വളരെയധികം കുറഞ്ഞു. പക്ഷേ 1998 സൈക്ലിംഗ് സ്പോർട്സ് ചൈനീസ് ഗവൺമെൻറ് കാര്യമായിട്ട് പ്രൊമോട്ട് ചെയ്യാൻ തുടങ്ങി. അതിൻ്റെ ഫലമായിട്ട് പല ഇൻ്റർനാഷണൽ മീറ്റുകളിലും ചൈന മെഡലുകൾ നേടാൻ തുടങ്ങി. അതിപ്പോൾ നമ്മൾ ഈ കണ്ട ഒളിമ്പിക്സിൽ 2016 2020 ട്രാക്ക് സൈക്ലിങ്ങിൽ ഗോൾഡ് മെഡൽ നേടിയെങ്കിൽ അതിനു മുമ്പ് തന്നെ ഗോൾഡ് അല്ലാത്ത മെഡലൊക്കെ നേടിയിട്ടുണ്ട്. പിന്നെ റോഡ് സൈക്ലിങ്ങിലും മൗണ്ടൻ സൈക്ലിങ്ങിലും ഒക്കെ അതല്ലാതെയുള്ള മെഡൽസും ചൈന നേടിയിട്ടുണ്ട്. അപ്പോൾ സൈക്ലിങ്ങിൻ്റെ പ്രചാരം കുറയുന്നുണ്ടെങ്കിലും സൈക്ലിംഗ് സ്പോർട്സ് നല്ല രീതിയിൽ അവിടെ മുന്നേറിക്കൊണ്ടിരിക്കുന്നു. അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം പറയുകയാണെങ്കിൽ ഈ സ്പോർട്സിൽ ടാലൻ്റുള്ള കുട്ടികളെയൊക്കെ ചൈനീസ് ഗവൺമെൻറ് കുട്ടിക്കാലം തൊട്ട് കോച്ചിങ് ക്യാമ്പുകളിൽ അയച്ച് പരിശീലനം കൊടുക്കും. ഇവിടെ ഞാൻ എൻ്റെ ഒരു സ്പോർട്സ് സൈക്ലിങ്ങിൻ്റെ റിവ്യൂവിൻ്റെ സമയത്ത് പറഞ്ഞിരുന്നു, സ്പോർട്സ് കൗൺസിലിൽ പോയാൽ അവർക്ക് എന്താണെന്ന് അറിയില്ല. സൈക്ലിംഗ് അസോസിയേഷൻ എന്ന് പറഞ്ഞൊരു സംഘടന കടലാസിൽ കാണാമായിരുന്നു എന്നുള്ള രീതിയിലല്ല ചൈനയിലെ പ്രവർത്തനങ്ങൾ. അതുകൊണ്ടാണ് അവർ ഈ സ്പോർട്സ് രംഗത്ത് മുന്നേറിക്കൊണ്ടിരിക്കുന്നത്. ഭാവിയിൽ എന്തെങ്കിലും ഇന്ത്യയും അതുപോലെയൊക്കെ ആവും എന്ന് പ്രത്യാശിച്ചുകൊണ്ട് ഈ വീഡിയോ നിർത്തുന്നു. നമസ്കാരം.